കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി, ജീവിതത്തിന് വിടുതലായി, ചരിത്രത്തെ മാറ്റി എഴുതിയ ദൈവത്തിൻ്റെ കരം കുടുംബസ്ഥിതിക്ക്, കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക്, തലമുറയുടെ അവസ്ഥകൾക്ക് വ്യതിയാനം വരുത്തുന്ന അത്ഭുതത്തിൻ്റെ ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ന് തിരുവെഴുത്ത് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ദൂത് മാർക്കോസ് എഴുതിയ സുവിശേഷം 5 അധ്യായം 28 അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അതിനകത്തുനിന്ന് വ്യക്തമായി ഇടപെടുവാൻ കാണിച്ചു തന്ന, വെളിപ്പെടുത്തിയ വചനത്തിൻ്റെ മർമ്മ ദൂതിത സംവത്സരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്ന് ക്ഷണത്തിൽ ദൈവം ഒരു വിടുതൽ കൽപ്പിക്കാൻ പോവുക. വർഷങ്ങളായി ചില വേദനകൾ ജീവിതത്തിലുണ്ട്, വർഷങ്ങളായി ചില തകർച്ചകൾ ജീവിതത്തിലുണ്ട്. ദൈവം ക്ഷണത്തിൽ ആ അവസ്ഥയ്ക്ക്, സാഹചര്യത്തിന് വ്യത്യാസം വരുത്താൻ പോകുന്നു. 12 വർഷമായി രോഗനിമിത്തം കഷ്ടപ്പെട്ട ഈ വ്യക്തിയുടെ ജീവിതം, അത് നിമിത്തം നന്മകൾ നഷ്ടപ്പെടുക, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വന്നില്ല എന്ന് വചനം പറയുക. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു ആ രോഗം സൗഖ്യമാകാൻ, ആ രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടി അവരുടെ ജീവിതത്തിലുള്ള സമ്പത്ത് മുഴുവനും ചെലവഴിച്ചു എന്ന് വചനം പറയുന്നു. എന്നാൽ ഒരു ഫലവും അതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ദൂത് വെളിപ്പെടുത്തുക. രോഗനിമിത്തം സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന കുടുംബങ്ങൾ രോഗനിമിത്തം അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ അത് പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല. അത് ചില രോഗമേഖലകൾ നിമിത്തം സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ആ കുടുംബത്തിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങുന്നുണ്ട്, ദൈവശക്തി വെളിപ്പെടുന്നുണ്ട്. അത്ഭുതകരമായ വിടുതലുകൾ ആ മേഖലയെ ദൈവം ഇന്ന് വിശ്വസിക്കട്ടെ, തുടച്ചു മാറ്റാൻ പോവുക. രോഗനിമിത്തം സാമ്പത്തിക തകർച്ചകളിലേക്ക് പോയിരിക്കുന്ന കുടുംബങ്ങൾ കരകയറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത വിടുതലും ദൈവശക്തിയും വചനത്തിലൂടെ കൂടാരത്തിൽ സ്വർഗ്ഗപിതാ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മ ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഫലമുണ്ടായില്ല. ദൈവത്തിൻ്റെ വൈതലേ, വീടിന് വേണ്ടി ഉണ്ടായിരുന്നതൊക്കെ അങ്ങ് ചെലവഴിച്ചു, പക്ഷേ പൂർത്തിയാകുന്നില്ല. അതിൻ്റെ ഫലം ആഗ്രഹിക്കുന്ന നില കാണുന്നില്ല. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ദൈവത്തിൻ്റെ വൈതലേ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങി, പക്ഷെ അതെല്ലാം ആ സമ്പത്ത് നഷ്ടപ്പെട്ടു. ഇങ്ങനെ തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഉള്ളതൊക്കെ ചെലവാക്കിയ ശേഷം ദൈവത്തിൻ്റെ വൈതലേ ഫലം കാണാതിരിക്കുന്ന ഒരനുഭവം പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു. തനിക്കുള്ളതൊക്കെയും ചിലർ ജീവിതങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ പരിശുദ്ധാത്മ വ്യക്തമാക്കുക. ദൈവത്തിൻ്റെ വൈതലേ അമ്മ പരിശുദ്ധാത്മ ദൂത് വെളിപ്പെടുത്തുക. വർഷങ്ങൾ അധ്വാനിച്ചത് വെള്ളത്തിലെ കുമിള പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയ, തകർന്നുപോയ അനുഭവത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്നു. ഒരു മാറ്റം കർത്താവ് കൽപ്പിക്കാൻ പോവുക. നന്മകൾ കർത്താവിൻ്റെ കരത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുക. ആ നിലവാരത്തിൽ, ആ ജീവിതസ്ഥിതിയിൽ കർത്താവ് അസാധാരണ വിടുതലുകളും അസാധാരണ ദൈവപ്രവർത്തികളും കർത്താവിതാ വെളിപ്പെടുത്താൻ പോകുന്നു. ഇത്രയും കഷ്ടതയിലൂടെ, ഇത്രയും സംവത്സരങ്ങൾ വേദനയിലൂടെ, ഇത്രയും സംവത്സരങ്ങൾ നൊമ്പരത്തിലൂടെ കടന്നുപോയ ഈ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ അവൾ പറയുന്നു, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. അത്രയും തകർച്ചയുടെ, പരാജയത്തിൻ്റെ വക്കിലിരിക്കുന്ന അവളുടെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ശബ്ദം, വിശ്വാസ
വിശ്വാസത്തിൻ്റെ ശബ്ദമിതാ, ഞാൻ രക്ഷപ്പെടും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വൈതലേ ദൂതേറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ ആലോചന ഹൃദയതലങ്ങളിലേക്ക് ആഴത്തിൽ പകരുക. ഈ തകർച്ചയിൽ പറയാൻ പറ്റുമോ, ഞാൻ രക്ഷപ്പെടും? വിശ്വാസത്താൽ പറയാൻ പറ്റുമോ, ഞാൻ രക്ഷപ്പെടും? ഈ ശൂന്യതയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ഈ കുടുംബത്തിൻ്റെ ഈ സ്ഥിതിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. എൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ ഒറ്റപ്പെടലിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. ഈ രോഗത്തിൻ്റെ തലങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. അപ്രകാരം വിശ്വാസത്തോടെ വാക്കുകൾ പുറപ്പെടുവിക്കുക. ധൈര്യം കാണിക്കുന്നൊരു ദിവസമായി തീരട്ടെ, ദിവസങ്ങളായി തീരട്ടെ. ഇവരുടെ ജീവിതത്തിൽ വിശ്വാസം ആ ഹൃദയതലങ്ങളിൽ വെളിപ്പെട്ടു വന്നപ്പോൾ ഇതാ വഴിയും അതിനെക്കുറിച്ചുള്ള ആലോചനകളും അവരുടെ ഹൃദയത്തിൽ തന്നെ വെളിപ്പെട്ടു വരും. ഒരു നിയോഗം അവൾക്കുണ്ടാകുക. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലൊന്ന് ഞാൻ തൊട്ടാൽ മതി, വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ വൈതലേ പരിശുദ്ധാത്മ പറയുന്നു, വഴി അന്വേഷിക്കുക, വാതിലന്വേഷിക്കുക. വിശ്വാസത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു നിയോഗം വരാൻ പോവുക, ഒരു നിയോഗം പരിശുദ്ധാത്മ തരാൻ പോവുക. എവിടെ, എപ്രകാരം വിടുതൽ, എങ്ങനെ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കുന്ന ആ തലത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങൾ സ്വർഗമിത വെളിപ്പെടുത്താൻ പോകുന്നു. ഞാൻ രക്ഷപ്പെടും, എൻ്റെ തലമുറ രക്ഷപ്പെടും. വിളിച്ചു പറ ദൈവത്തിൻ്റെ വൈതലേ, ഈ ദൂതേറ്റെടുക്കട്ടെ, ഞാൻ രക്ഷപ്പെടും. ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. കർത്താവ് സംവത്സരങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് എൻ്റെ കർത്താവ് ഇതാ ക്ഷണത്തിൽ എന്നെ വിടുവിക്കാൻ പോവുക, ക്ഷണത്തിൽ എൻ്റെ തലമുറ വിടുവിക്കാൻ പോവുക. ആ നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്നു. ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സ്വർഗ്ഗം വഹിക്കാൻ പോവുക. ക്ഷണത്തിൽ വിടുതൽ കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം സംവത്സരങ്ങൾ അനുഭവിച്ചതിൽ നിന്ന് ക്ഷണത്തിലെ കർത്താവ് കാര്യങ്ങളെ തിരിക്കാൻ പോകുന്നു. ദൂത് വിശ്വസിക്കട്ടെ, വചനമേറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ വേഗത്തിൽ ക്ഷണത്തിൽ ആ വേദന മാറട്ടെ, ആ നൊമ്പരം മാറട്ടെ. ചെലവഴിച്ചതൊക്കെ കർത്താവ് മടക്കി കൊടുക്കുക. ദൈവത്തിൻ്റെ കരം വിശ്വസ്ത കരമാണ്, നീതിയുടെ കരമാണ്. അങ്ങനെ ജനത്തെ അനുഗ്രഹിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.